പാകിസ്ഥാൻ ഒടുവിൽ സമ്മതിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പാക് സൈനികർ പങ്കെടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണവും പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക തലവൻ അസിം മുനീർ അവരുടെ പ്രതിരോധ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇതാദ്യമായി 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാർഗിൽ യുദ്ധത്തിൽ പാക് സൈനികർ പങ്കെടുത്ത കാര്യം സമ്മതിച്ചത്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് കാശ്മീരിനെയും പാകിസ്ഥാനെയും അതിലുപരി ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം, കാർഗിൽ യുദ്ധം നമ്മൾ നടത്തിയത്. അപ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നൂറുകണക്കിന് ഇന്ത്യൻ ഭടന്മാരെ കൊലയ്ക്ക് കൊടുത്ത കാർഗിൽ ആക്രമണം ഈ വൃത്തികെട്ട മതജീവികൾ നടത്തിയത്. അതെന്താണെന്ന് വെച്ചാൽ ഏത് ഇസ്ലാമിക രാഷ്ട്രവും നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങൾ ജിഹാദാണ്. അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇവർ സൂത്രത്തിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കാർഗിലിൽ പയറ്റിയത് മുജാഹിദ്ദീനുകളാണ്. അതെ അതെ എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരെയും അങ്ങനെ മുജാഹിദ്ദീൻ എന്ന് പറയാം, മരിച്ചു കഴിയുമ്പോൾ ശുഹദാക്കൾ എന്നൊക്കെ പറയാം. അത് പണ്ട് തൊട്ടേ അവരുടെ ഒരു ശീലമാണ്. മാപ്പിളകൾ അല്ല, അതിനകത്ത് വലിയൊരു ഖേദകരമായ കാര്യം, ഖേദകരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സംസ്കാരം വെച്ചിട്ട്, ഭാരതീയ സംസ്കാരം വെച്ചിട്ടാണ് ഞാൻ ഖേദകരം എന്ന് പറയുന്നത്. കാരണം ഈ ആക്രമണത്തിൽ 500ഓളം ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു, ഏതാണ്ട് 5000ഓളം പാകിസ്ഥാനികൾ മരിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭടന്മാരുടെ ജഡങ്ങൾ പോലും അവർ വാങ്ങിച്ചില്ല. അവർ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോൾ അവർ മേടിക്കാൻ വാങ്ങിച്ചില്ല. എന്നിട്ട് നമ്മൾ അവർക്ക് ഒരു സൈനികന് കൊടുക്കുന്ന ആചാരപരമായ യാത്രയയപ്പ് നൽകി നമ്മൾ സംസ്കരിച്ചു. പക്ഷേ ഈ കാടന്മാർ ചെയ്തത് അവരുടെ പിടിയിൽപ്പെട്ട ഇന്ത്യൻ സൈനികരെ അതിഭീകരമായി കണ്ണു ചൂഴ്ന്നെടുത്തും അംഗഭംഗം വരുത്തി വെട്ടി മുറിച്ചും ഒക്കെയാണ് ജീവനോടെ, അങ്ങനെയാണ് അവരുടെ പിടിയിൽപ്പെട്ട ഇന്ത്യൻ സൈനികരെ കൊന്നത്. പക്ഷെ നമ്മൾ ചെയ്തത് ഇവരുടെ ജഡങ്ങളെ നമ്മൾ സല്യൂട്ട് കൊടുത്ത് പാകിസ്ഥാൻ വാങ്ങിയില്ലെങ്കിൽ പോലും ജഡം പോലും വാങ്ങാതിരുന്നിട്ട് നമ്മൾ സംസ്കരിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഭാരതത്തിൻ്റെ സംസ്കാരം. അതെ. മാത്രമല്ല ജനീവ കൺവെൻഷൻ വെച്ചിട്ട് ഇങ്ങനെ അംഗഭംഗം വരുത്തുക, മ്യൂട്ടിലേഷൻ പലതരത്തിലാണ്. തല, വേറെ ഭാഗങ്ങൾ, കൈ കണ്ടിച്ചുകൾ, ഇതൊക്കെയാണ് അവർ ചെയ്തത്. അതൊക്കെ കാടത്താണ്, വൃത്തികേടാണത്. അപരിഷ്കൃതമല്ല സാർ. ഇപ്പോൾ ഞാൻ അസിം മുനീർ അവരുടെ ജനറൽ പറഞ്ഞത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെയൊക്കെ ചെയ്യാം, അത് ചെയ്യാം. ഇസ്ലാമിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ജനീവ കൺവെൻഷനും രാജ്യാന്തര കൺവെൻഷനുകളും അങ്ങനെയല്ല. ജനീവ കൺവെൻഷൻ ആധുനികമായ ലോകത്തിന് വേണ്ട കുറെ നിയമങ്ങളെ പറ്റിയാണ് അവിടെ നിൽക്കട്ടെ. ജനീവ കൺവെൻഷനെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ അത് തക്കിയാണ്. ഞങ്ങളുടെ ഭരണം ലോകം മുഴുവൻ ആവുന്നത് വരെ. അപ്പോൾ ജനീവ കൺവെൻഷനും UN ഒക്കെ അറബിക്കടലിൽ. അപ്പോൾ ഇങ്ങേരിപ്പോൾ അസിം മുനീർ റാവൽപിണ്ടിയിൽ അവരുടെ പ്രതിരോധ ദിനം അതിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇതിപ്പോൾ ഞങ്ങളാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുന്നത്. 1965, 71, 99 ഇതൊക്കെ ഒരുപാട് പട്ടാളക്കാർ ജീവൻ ത്യജിച്ചിട്ടുണ്ട് നമ്മുടെ ഇസ്ലാമിന് വേണ്ടി എന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. കാർഗിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവസാനം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ്സ് ഫോർ പാകിസ്ഥാൻ ആൻഡ് ഇസ്ലാം. പാകിസ്ഥാനും ഇസ്ലാമിനും വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഇവർ പരസ്യമായിട്ടിത് സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴാണ് എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഇവർ ജീവൻ വെടിഞ്ഞത് എന്നുള്ളതും ഇതിൻ്റെ അകത്ത് പ്രധാനമാണ്. നമ്മൾ അന്ന് കാർഗിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ളതാണ്. അവർക്ക് മുകളിൽ നിന്ന് അവർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. അവർക്ക് താഴെ നിന്ന് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ പോരായിരുന്നു. നമുക്ക് വലിയ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് സമരം ചെയ്യണമായിരുന്നു. ഒരു ദിവസമൊക്കെ എടുക്കും ഈ സാധനം ചുമന്നുകൊണ്ട്. അതെ അതെ. അവിടെ ദ്രാസ്, ടൈഗർ ഹില്ല് എന്നൊക്കെ പറയുന്ന നമ്മുടെ പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകൾ പരമ്പരാഗതമായി ഇന്ത്യയുടെയാണ്. അപ്പോൾ ഈ മഞ്ഞുകാലം ആരംഭിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇതുപോലെ ഹൈറ്റ്സിൽ നിന്ന് പിന്മാറും. ഇത് പരസ്പരം എഗ്രി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പാകിസ്ഥാനും പിന്മാറി, നമ്മളും പിന്മാറി. പക്ഷേ പിന്മാറിയ പാകിസ്ഥാൻ പട്ടാളക്കാർ അവരുടെ പോസ്റ്റുകളിൽ മാത്രമല്ല, ഇന്ത്യ പിന്മാറിയ ദ്രാസിലെയും ടൈഗർ ഹില്ലിലേക്ക് നമ്മുടെ പോസ്റ്റുകളിലേക്ക് വന്ന് കയറി.
വന്നു കയറി, നമ്മൾ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. നമ്മൾ വിശ്വസിക്കുന്നു ഇന്റർനാഷണൽ. കാരണം പർവേസ് മുഷറഫിന്റെ ഒരു സാഹസിക. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ പരസ്പരം ഒരു രാജ്യം എന്ന നിലയിൽ, പാകിസ്ഥാൻ്റെ ഒരു രാജ്യമല്ല, ഒരു കൂതറ സംഘമാണ്. അത് ഇന്ത്യ പലപ്പോഴും മറന്നു പോകുന്നു. അവരെ വിശ്വസിച്ച് നമ്മളിറങ്ങി, പക്ഷേ അവർ ചതിച്ചു. കാട്ടിടയന്മാർ വന്നിട്ടാണ് ഇത് നമ്മളോട് പറയുന്നത്. ആ ആട്ടിടയന്മാരുടെ ഒരു സ്റ്റോറിയൊക്കെ 25ാം വാർഷികത്തിന് വന്നിരുന്നു. അയാളെ ഇപ്പം അന്ന് 21 വയസ്സുണ്ട്, ഇപ്പോൾ 46 വയസ്സൊക്കെ ഉള്ള അയാളുടെ സ്റ്റോറി ഒക്കെ ഇപ്പോൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൈറ്റ്സിൽ അവരുടെ സൈന്യം കയറി വന്നാൽ പിന്നെ നമ്മുടെ റോഡിലൂടെ പോകുന്ന നമ്മുടെ മുഴുവൻ വാഹനങ്ങളെ ആക്രമിക്കാം, നമുക്ക് കാശ്മീരിലേക്കുള്ള സപ്ലൈ ചെയിൻ മുറിക്കാം. മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുമായിട്ട് വിലപേശാം. ഇത്രയും ഭാഗം നമ്മുടെ സൈന്യത്തിൻ്റെ പരിധിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ വിലപേശി കാശ്മീർ സ്വന്തമാക്കി എടുക്കാമെന്നാണ് ഇവർ കരുതിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ലഡാക്കിൽ നിന്ന് അടുത്തുള്ള ഭാഗമാണ്. ഈ ലഡാക്കിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരുപാട് തണുപ്പ് വരുന്ന കാലത്ത് ഇവിടുത്തെ ജോലി നിർത്തിയിട്ട് ഈ കാർഗിലിൽ ഈ ഭക്ഷണ വസ്തുക്കളൊക്കെ എത്തിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലഡാക്ക്, കശ്മീർ ഇതൊക്കെ അവരുടെ പരിധിയിൽ കൊണ്ടുവരാമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ജൂലൈ 26 1999 3 മാസം പോരാട്ടം നീണ്ടിരുന്നു. സാധാരണ യുദ്ധമൊക്കെ മറ്റേത് 14 ഡേയ്സ് വാർ എന്നൊക്കെയല്ലേ പറയുന്നത് ബംഗ്ലാദേശ്. ഇത് 3 മാസം ഈ പോരാട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് ജൂലൈ 26 നമ്മൾ ജയിക്കുകയും ചെയ്തു. വലിയ കാഷ്വാലിറ്റി അവരുടെ ഭാഗത്തും വന്നു. നമ്മൾ 500 പേര് നമ്മുടെ ഭാഗത്തും മരിച്ചിരുന്നു. അങ്ങോട്ട് കൊടുത്ത് ജനങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല. അത് നമ്മൾ സംസ്കരിക്കേണ്ടി വന്നു. അതാണ്. അതുമാത്രമല്ല, അത് പറഞ്ഞു കേൾക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് അറിയാതെയാണ് സൈന്യം ഈ ഓപ്പറേഷൻ നടത്തിയത്. അതിനുശേഷം അദ്ദേഹം വല്ലാത്ത പ്രതിസന്ധിയിലായി. അദ്ദേഹം വിത്ത്ഡ്രോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല. അങ്ങനെയെല്ലാം വന്നതിന് ശേഷം മാത്രമല്ല, കാർഗിൽ യുദ്ധം പാകിസ്ഥാൻ തോറ്റതിന് ശേഷം 2 മാസത്തിന് ശേഷം നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് പാകിസ്ഥാൻ പട്ടാളം അവിടെ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ പർവേസ് ആ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യൻ അതിർത്തിയിൽ വന്ന് അതിർത്തി ക്യാമ്പിൽ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബോർഡറിലുള്ള ബങ്കർ മുമ്പ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ ഇവിടെ സമാധാനം എന്ന് പറയുകയും വളരെ രഹസ്യമായി പ്രധാനമന്ത്രി പോലും അറിയാതെ, എന്നാണ് അവരുടെ വെർഷൻ, അറിയാതെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ദീർഘകാല പദ്ധതിയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കഠിനമായ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. കാരണം 10,000 അടി ഉയരത്തിലുള്ള പോസ്റ്റുകളിൽ പാകിസ്ഥാൻ സൈന്യം ഇരിക്കുന്നു. അവർ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആയുധങ്ങൾ വെച്ച് താഴെ നിന്ന് വരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ മുഴുവൻ വെടിവെച്ച് വീഴ്ത്തുക. അങ്ങനെ മുകളിൽ നിന്ന് വെടിവെക്കുമ്പോൾ താഴെ നിന്ന് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമാണ്. എന്നിട്ട് ജീവൻ പണയപ്പെടുത്തി നമ്മുടെ ധീരന്മാരായ, നമ്മുടെ കേരളത്തിലുള്ള സന്ദീപ് ഉൾപ്പെടെ, അല്ലേ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ധീരന്മാരായ ഭടന്മാർ മരണത്തെ വെല്ലുവിളിച്ച് വെടിയുണ്ടകളെ പൂ പോലെ സ്വീകരിച്ചാണ് കയറി ചെന്ന് ആ മലനിരകൾ പിടിച്ചെടുത്ത്. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരിക്കലും ഇന്ത്യക്ക് കീഴടക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു. അതിൻ്റെ മീതെ നമ്മൾ ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും നടത്തിയ ഐതിഹാസികമായ ഒരു പോരാട്ടമായിരുന്നു കാർഗിലായിരുന്നു. അത് ഈ പാകിസ്ഥാൻ ഇക്കാലം അത്രയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം. എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിരുന്നിട്ടും മുകളിൽ നിന്ന് താഴേക്ക് വെടിവെച്ച് ഇന്ത്യയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും ഇന്ത്യ അതിജീവിച്ച് മുകളിൽ വന്ന് എല്ലാത്തിനെയും കൊന്നു തീർത്ത് തിരികെ പിടിച്ച യുദ്ധമാണ് കാർഗിൽ. അതിനെ ആദ്യമായി പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറയുന്നതല്ലേ ശരി? എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഹീറോ ഈ കാർഗിൽ യുദ്ധത്തിലുണ്ടായിരുന്നു, വിശ്വനാഥൻ. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്റ്റാച്യൂവിൽ വെച്ചിട്ടുണ്ട്. വിശ്വനാഥനും ഒരു സല്യൂട്ട്. വിശ്വനാഥൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യയുടെ സൈനിക വീര്യത്തിൻ്റെയും നമ്മുടെ ദേശാഭിമാനത്തിൻ്റെയും അടയാളങ്ങളായി കാർഗിൽ വീരന്മാരുടെ സ്മാരകങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധങ്ങൾ ഒന്നിനും ഉള്ള പരിഹാരമല്ല. ഈ പ്രത്യേകിച്ച് എനിക്ക് ഈ അനീസ് മുനീറിൻ്റെ ഈ പ്രസ്താവന വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അത് 2 രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകും. ചിലപ്പോൾ വ്യാപാര കരാറായിരിക്കാം, അല്ലെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെ തർക്കമായിരിക്കാം. അങ്ങനെ യുദ്ധം ഇപ്പം നമ്മൾ ഗസയിൽ കാണുന്നില്ലേ, പലസ്തീനും ഹമാസും തമ്മിലുള്ള, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം.
അത് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്, അവകാശവാദങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. മതമാണ് എന്നത് വേറെ കാര്യം, പക്ഷേ അതിനെ ഭൂമി പ്രശ്നമായിട്ട് മാറ്റുകയാണ്. ഞങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് അവർ പറയുന്നില്ല, പലസ്തീനും പറയുന്നില്ല, ഇസ്രയേലും പറയുന്നില്ല. യഥാർത്ഥ പ്രശ്നം മതം തന്നെയാണ്. പക്ഷേ ഇവിടെ പരസ്യമായി പാകിസ്ഥാൻ ജനറൽ പറയുകയാണ് ഇസ്ലാമിനെ രക്ഷിക്കാനാണ് ഈ യുദ്ധം. എന്ന് പറഞ്ഞാൽ നാളെ അവരുടെ വിശ്വാസധാര അതാണ്. നാളെയും അവർക്ക് ഇസ്ലാം എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്ന് തോന്നിയാൽ അവർ ഇന്ത്യയെ ആക്രമിക്കും. എനിക്ക് വേറൊരു സംശയമുണ്ട്. ഈ അനീസ് മുനീറിന് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇമ്രാൻഖാൻ്റെ കാലത്ത് ISIയുടെ മേധാവിയായിരുന്ന ആളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടാള അട്ടിമറി ഒരുപക്ഷെ ഈ ദരിദ്രകാലത്ത് പാകിസ്ഥാനിൽ അനീസ് മുനീറിന്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരത്തില്ല. വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരു കഴിവുമില്ല എന്നാണ് ഇതുവരെ ഉള്ള അനുഭവങ്ങളിൽ നിന്ന്, ഇടപെടലുകളിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇപ്പം ഇമ്രാൻഖാൻ ആണെങ്കിലും നവാസ് ഷെരീഫ് ആണെങ്കിലും ഒക്കെ നമുക്ക് പേരുകൊണ്ട് പരിചിതമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസിനെ കുറിച്ച് അങ്ങനെ ആർക്കും അറിയില്ല, വളരെ ലോ പ്രൊഫൈലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മങ്ങി നിൽക്കുന്ന ഖ്യാതിക്ക് മുകളിൽ ഒരു പട്ടാളത്തിൻ്റെ ബൂട്ട്സ് വന്ന് വല്ലാതെ മണം വരുന്നുണ്ട്, എപ്പോൾ വേണേലും ചവിട്ടി അരയ്ക്കാവുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. അത് സ്വാഭാവികമായും ഒരുപക്ഷെ ഈ കൊല്ലപ്പെട്ട ഭടന്മാരുടെ പേരൊക്കെ പറഞ്ഞ് അവർ ഇസ്ലാമിന് വേണ്ടി മരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഈ മതവികാരം കുത്തിയെടുത്ത് ഒരു പോപ്പുലർ ഞാൻ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളും, എക്സാക്ട്ലി അതാണ്, ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഞാൻ എന്നുള്ള ഇമേജ് സൈനിക തലവൻ ഉണ്ടാക്കിയെടുക്കുകയും അത് ഒരു പട്ടാള അട്ടിമറിയിലൂടെ അയാൾ നാളെ പ്രധാനമന്ത്രിയായി വരുന്ന അനീസ് മുനീർ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിക്കൂടുന്നില്ല. കാരണം പാകിസ്ഥാനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.